എറണാകുളം SRM റോഡിൽ യുവാവിന് നേരെ ആക്രമണം. യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാറിന്റെ ബോണറ്റിന് മുകളിൽ കിടന്ന യുവാവിനെ 1/2 കിലോമീറ്ററോളം റോഡിലൂടെ കൊണ്ടുപോയി. എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ആക്രമണത്തിൽ കാരണമായത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ. ടോം, ഇന്നലെ വൈകിട്ട് ഇവിടെ എറണാകുളം നോർത്തിന് സമീപമുള്ള SRM റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നോർത്ത് പോലീസ് അതിൽ കേസ് എടുത്തിട്ടുണ്ട്. 4 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. അത് എറണാകുളത്തിന് പുറമെ നിന്ന് ഇവിടെ നിന്ന് വന്ന് ജോലി ചെയ്ത് താമസിക്കുന്നവരാണ് ഈ 4 യുവാക്കളും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ 4 പേർ, ഒരാളെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇപ്പോൾ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നോർത്ത് പോലീസ് കസ്റ്റഡി എടുക്കാൻ സാധിച്ചിട്ടുള്ള മറ്റ് 3 പേരും ഒളിവിലാണ്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കേസിനാസ്പദമായ സംഭവം എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരത്ത് ഈ യുവാക്കൾ ഇവർക്ക് പല കേസുകളുമായി ബന്ധമുള്ളവരാണ് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. മയക്കുമരുന്ന് കേസടക്കം ചിലരെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. ഇവർ ഈ സമീപത്ത് കൂടി പോവുകയായിരുന്ന യുവാക്കളെ അവരെ ചോദ്യം ചെയ്യുകയും അവരോട് തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. ഈ വാക്കുതർക്കം പിന്നീട് സംഘർഷത്തിലാകുന്നു. ഇതിൽ ഈ ഒരു യുവാവിൻ്റെ നേർക്കാണ് ഈ വാഹനം, നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഈ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ ബോണറ്റിൽ കുരുങ്ങിയ യുവാവിനെ ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരം ഈ കാറിന് മുകളിൽ കൊണ്ടുപോവുകയും ചെയ്തു. യുവാവിനെ പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് അവിടെ സൃഷ്ടിച്ചത്. ഇപ്പോൾ കേസിൽ പ്രതികളായിട്ടുള്ള യുവാക്കൾ അതിൽ വലിയ ആക്രോശം മുഴക്കുകയും പരിസരത്തുള്ളവർക്ക് ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. നോർത്ത് പോലീസ് അടക്കം ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഇവർ കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് നാട്ടുകാർ നൽകിയ വിവരം അനുസരിച്ച് അവരുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നോർത്ത് പോലീസ് അവിടെ താമസിക്കുകയായിരുന്ന ഒരാളെ പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവവുമായി നേരിട്ട ബന്ധമുള്ള ഒരാളെ തന്നെയാണ്, യുവാവിനെ തന്നെയാണ് പിടികൂടിയിട്ടുള്ളത്. മറ്റ് 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. കൂടുതലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുള്ളവരാണ് ഈ സംഘത്തിലുള്ളതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവർക്ക് ലഹരി കേസുമായി ബന്ധമുണ്ട് എന്ന് പോലീസിൽ നിന്ന് വ്യക്തമാകുന്നു. 500 മീറ്ററോളം യുവാവിനെ ബോണറ്റിന് മുകളിൽ കടത്തിക്കൊണ്ട് തന്നെ വാഹനം കടന്നു പോകുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഈ യുവാവ് ഈ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്? ടോം, ഇതിൽ അത്ഭുതകരമായാണ് ഇയാൾ രക്ഷപ്പെട്ടത്. കാരണം കാറിന് അടിയിലേക്ക് പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ തെറിച്ചു വീഴുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് മുന്നിലേക്ക് വീഴേണ്ടതായിരുന്നു. പക്ഷെ അത്ഭുതം കൊണ്ട് മാത്രമാണ് ഇയാൾക്ക് അതിൽ നിന്ന് തെന്നിമാറാൻ, റോഡിന് ഇരുവശത്തേക്ക് മറ്റൊരു വശത്തേക്ക് വീഴാനും കഴിഞ്ഞത്. അതിൽ നിന്ന് അത്ഭുതകരമായി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെല്ലാം ബഹളം വെച്ച് വാഹനം നിർത്താനെല്ലാം ആവശ്യപ്പെട്ടു. അങ്ങനെ കാർ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഇയാൾ താഴേക്ക് വീഴുകയും ചെയ്തത്. തുടർന്ന് ഈ നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസോട് സ്ഥലത്തെത്തുകയും ചെയ്തു. പക്ഷേ ഇവരെ മുഴുവൻ പേരെയും ആ സമയത്ത് പിടികൂടാനൊന്നും പോലീസിന് സാധിക്കുകയും ചെയ്തിരുന്നില്ല. പിന്നീട് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലേക്കാണ് നടപടികൾ അടക്കമുണ്ടായത്. ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നടപടികൾ പുരോഗമിക്കുകയാണ്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം SRM റോഡിലാണ് യുവാവിന് നേരെ ആക്രമണം ഉണ്ടായത്. യുവാവിനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. കാറിന്റെ ബോണറ്റിന് മുകളിൽ കിടന്ന യുവാവിനെ 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. എറണാകുളം നോർത്ത് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.